ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ലേ എങ്കിൽ ഇതറിയണം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണമെന്ന നോട്ടീസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ അണ്ടർ വാല്യൂഷൻ എന്ന വാക്ക് കേട്ടിട്ട് ഒന്നും മനസ്സിലാകാതെ പകച്ചു നിന്നിട്ടുണ്ടോ? കേരള ബഡ്ജറ്റ് 2026-27 ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചില പഴയ കേസുകൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ അവസരവും ഒരു പ്രത്യേക ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് അത് ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു മാസ്റ്റർ യുവർ മണി സീരീസ് ബൈ നീതു ഓൺ സ്റ്റേജ്. Hey, this is Neetu Vijayakumar here, your finance enthusiast, where we simplify money so you can take control of your financial life. ഇത് കേരള ബഡ്ജറ്റ് 26-27 സീരീസിലെ മറ്റൊരു വീഡിയോയാണ്. മുമ്പത്തെ വീഡിയോ മറക്കാതെ ചെക്ക് ചെയ്യുക. അപ്പോൾ അണ്ടർ വാല്യുവേഷൻ എന്നാൽ എന്താണ്? ആദ്യം ലളിതമായി മനസ്സിലാക്കാം. അണ്ടർ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി രജിസ്ട്രേഷൻ സമയത്ത് രേഖപ്പെടുത്തിയ മൂല്യവും പിന്നീട് അധികാരികൾ വിലയിരുത്തിയ മൂല്യവും തമ്മിൽ വ്യത്യാസം വന്നാൽ അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യപ്പെടുന്ന സാഹചര്യം വരാം. ഇത് പുതിയ കാര്യമല്ല. പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ വർഷങ്ങളായി പെൻഡിംഗ് ആയി കിടക്കുന്നുമുണ്ട്. ചിലർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പോലും നോട്ടീസ് ലഭിക്കാം. അതുകൊണ്ടാണ് സർക്കാർ ഈ മേഖലയിലേക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയത്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ എന്താണ് പ്രഖ്യാപിച്ചത്? കേരള ബഡ്ജറ്റ് 26-27 പ്രകാരം 1986 മുതൽ 2023 വരെ കാലയളവിൽ ശേഖരിക്കപ്പെട്ട ഏകദേശം 703 കോടി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് അണ്ടർ വാല്യുവേഷൻ കേസുകൾ സംസ്ഥാനത്തുണ്ട്. ഇവ തീർപ്പാക്കാനായി സർക്കാർ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു പ്രത്യേക ഇളവും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2010 മാർച്ച് 31 വരെ ബന്ധപ്പെട്ട അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ഫൈനൽ ഓർഡർ പ്രകാരം നിശ്ചയിച്ച അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി 10,000-ൽ താഴെയാണെങ്കിൽ ആ അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്കുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഡിസ്കൗണ്ട് അല്ല. ഇത് പഴയ അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കാനുള്ള പ്രത്യേക നടപടിയാണ്. അപ്പോൾ ഈ സ്കീം പ്രകാരം ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ പഴയ ഭൂമി രജിസ്ട്രേഷൻ ഉള്ള ആളാണോ? അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി നോട്ടീസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അണ്ടർ വാല്യുവേഷൻ കേസ് പെൻഡിംഗ് ആണോ ഇപ്പോഴും? എങ്കിൽ ഈ പ്രഖ്യാപനം നിങ്ങളെ ബാധിക്കാം. പക്ഷേ എല്ലാ കേസുകളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എലിജിബിലിറ്റി ഓരോ കേസിലും വ്യത്യസ്തമായിരിക്കാം. ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ സ്റ്റെപ്പായി പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1, പഴയ ആധാര രേഖകൾ കണ്ടെത്തുക. സ്റ്റെപ്പ് 2, അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി നോട്ടീസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 3, ഫൈനൽ ഓർഡർ ഉണ്ടോ നോക്കുക. സ്റ്റെപ്പ് 4, ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് എലിജിബിലിറ്റി കൺഫേം ചെയ്യുക. ഇതിന്റെ കൂടെ ഒരു ബോണസ് ടിപ്പ് കൂടെ പറഞ്ഞുതരട്ടെ. പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്നവര് ഫെയർ വാല്യൂ കൂടി തീർച്ചയായും പരിശോധിക്കുക. ഒരു പ്രധാന ഡിസ്ക്ലെയിമറോട് ഈ വീഡിയോയിൽ ഞാൻ വെക്കുകയാണ്. ഈ വീഡിയോ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കാനാണ്. ഇത് ലീഗൽ അഡ്വൈസ് അല്ല. ഇംപ്ലിമെന്റേഷൻ ഓർഡർ, എലിജിബിലിറ്റി, ആപ്ലിക്കേഷൻ പ്രോസസ് എന്നിവ പിന്നീട് ബന്ധപ്പെട്ട വകുപ്പ് പുറത്തിറക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറാതെ ഇരിക്കാം. അതിനാൽ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യും. കേരള ബഡ്ജറ്റിലെ പ്രധാന അപ്ഡേറ്റുകളും പ്രാക്ടിക്കൽ ഫിനാൻഷ്യൽ ടിപ്സും അറിയാൻ സബ്സ്ക്രൈബ് ടു നീതു ഓൺ സ്റ്റേജ്. അപ്പൊ നാളെ കാണാം. ബൈ.